ഹായ് പ്രിയപ്പെട്ട ഗേസ്, ബോൾഡ് കണ്ണൻ നമ്മളെ തമിഴ് സൂപ്പർ സ്റ്റാർ നടനായിട്ടുള്ള വിജയ് സേതുപതിയുടെ 2025 ഇറങ്ങിയിട്ടുള്ള എയ്സ് എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട്. എയ്സ് എന്ന് പറയുന്ന മൂവി ഉണ്ട്. അതില് ഒരു പക്ക ഒരു ത്രില്ലിംഗ് കോമഡി മൂവിയാണ്. അതില് നമ്മളെ യോഗി ബാബു കോമ്പിനേഷൻ ആയിട്ടുള്ള വിജയ് സേതുപതിയുടെ അഭിനയമൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അത് ഈ പടം ഫുൾ ചിത്രീകരിച്ചിട്ടുള്ളത് മലേഷ്യയിലാണ്. ഇതൊരു ബാങ്കിൽ നിന്ന് പൈസയുമായിട്ട് വരുന്ന വേൻ അറ്റാക്ക് ചെയ്ത് ആ പൈസ ഫുൾ അടിച്ചു മാറ്റുന്ന വിജയ് സേതുപതി. അതോടൊപ്പം വിജയ് സേതുപതി എന്ത് പറഞ്ഞാലും, എന്ത് മണ്ടത്തരം പറഞ്ഞാലും ഭയങ്കര കാര്യത്തോടെ വിശ്വസിക്കുന്ന നമ്മളെ യോഗി ബാബു നമ്മളുടെ കോമ്പിനേഷൻ അഭിനയം സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഒരു ടെസ്റ്റ് ആയിട്ടാണ് പോണത്. ഈ പൈസ വെളുപ്പിക്കാൻ പറ്റുന്ന പാടും ഈ പൈസ അടിച്ചു മാറ്റാൻ വരുന്ന വേറൊരു ഗ്യാങ്ങും, മൊത്തത്തിലൊരു ഗ്യാങ്ങുകൾ ഉണ്ട് ഇതില്. അപ്പൊ ഈ ഗ്യാങ്ങുകൾ തമ്മിലായിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിട്ടുള്ള പോണ സംഭവങ്ങളാണ്. നമ്മ ഒരിക്കലും ഗസ് ചെയ്യാത്ത രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പടം കണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ത്രില്ലിങ് നമുക്ക് തോന്നിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ പടത്തിന്റെ ക്ലൈമാക്സ് എടുത്ത് പറയത്തക്ക രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ആണ് ഈ പടത്തിൽ ഉള്ളത്. അപ്പൊ അതിന്റെ പേരിൽ ഒരു ത്രില്ലിംഗ് മൂവി എന്ന രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടമാണ് ഏസ് എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. ഒരുപാട് ആൾക്കാർ ഈ പടം കണ്ടിട്ടുണ്ട് അതിനോടകം തന്നെ. ഞാനിപ്പോ അടുത്താണ് കണ്ടത്. അപ്പൊ അതിന്റെ പേരിലാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വേറെ പോറൊന്നും അടിച്ചില്ല, സുഖമായിട്ട് കണ്ടിരുന്നു. അപ്പൊ നിങ്ങൾ ഒരു ത്രില്ലിംഗ് മൂവി കാണാനായിട്ട് കാണുന്ന ആഗ്രഹത്തോടെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റിയ ഒരു നല്ലൊരു മൂവിയാണ് എയ്സ്. പിന്നെ മലേഷ്യ ഏകദേശം മൊത്തം കവർ ചെയ്തിട്ട് തന്നെ ഈ പടം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ മലേഷ്യയുടെ മൊത്തത്തിലുള്ള ഒരു ഭംഗിയും കൂടിയും കാണാനും കൂടി നമുക്ക് ഈ പടത്തിൽ കൂടി കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മൊത്തം പടം ഒരു കളർഫുൾ ആണ്. പിന്നെ യോഗി ബാബുവും വിജയ് സേതുപതിയുടെയും കോമ്പിനേഷൻ ആയിട്ടുള്ള അഭിനയം പക്ക ഒരു കോമഡിയും കൂടി, ഇതിൽ കൂടുതൽ കോമഡിയും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പടം മൊത്തത്തിൽ ഒരു കളർഫുൾ ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഗേസ് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളേതായിട്ടുള്ള അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അപ്പൊ കാണാൻ പറ്റിയ നല്ല പടമാണ്. അപ്പൊ എല്ലാവർക്കും നല്ലവരായിട്ട് ഓക്കെ.